മൈസൂർ പാക്ക് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഒരു തവണയെങ്കിലും രുചിച്ചു നോക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഇന്ന് നമ്മൾ മൈസൂർ പാക്ക് കഴിക്കാൻ മൈസൂർ വന്നിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജിഷ എലിസബത്ത്. മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡിലുള്ള ഗുരു സ്വീറ്റ്സ് എന്ന് പറയുന്ന വളരെ ആധികാരികമായ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. പണ്ട് 1935 മൈസൂർ ഭരിച്ചിരുന്ന കൃഷ്ണരാജ വാടിയാർ നാലാമന്റെ പാചകക്കാരനായിരുന്നു കാകാസുര മാതപ്പ. രാജാവിനെ വിരുന്നുകാർ വന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഇതുവരെ കഴിക്കാത്ത ഒരു സ്വീറ്റ് വേണമെന്ന്. അങ്ങനെ മിടുക്കനായ പാചകക്കാരനായ മാതപ്പ അന്ന് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു വിഭവം ഉണ്ടാക്കി. അത് രാജാവ് കഴിച്ചു നോക്കിയപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി എന്നാണ് പറയുന്നത്. അങ്ങനെ രാജാവ് തന്നെ ഇട്ട പേരാണ് മൈസൂർ പാക്ക് എന്നുള്ളത്. അടുത്ത വർഷം തന്നെ മാതപ്പ അശോക റോഡിലെ ദേശീയ കേന്ദ്ര സ്വീറ്റ് സ്റ്റാൾ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. 1954 ആയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബസവണ്ണ ഇപ്പോഴുള്ള സയ്യാജി റാവു റോഡിലെ ഗുരു സ്വീറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞ പേരിൽ കട തുടങ്ങി. ഇപ്പോൾ ഈ കട നടത്തുന്നത് 5ാം തലമുറയാണ്. മൈസൂർ വന്നു കഴിഞ്ഞാൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും തേടി ചെല്ലുന്ന കടയാണ് ഗുരു സ്വീറ്റ് സ്മാർട്ട്. നേരത്തെ ഈ ബിൽഡിങ്ങിന്റെ ഒരു മൂലയിലുള്ള കടയായിരുന്നു. അവിടെ ഇപ്പോഴും ആ കടയുണ്ട്. അതിനോട് ചേർന്നുള്ള റൂമും ഇപ്പോൾ എടുത്തിട്ട് അവർ കുറച്ചും കൂടി ആധുനികമായ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാതരം വിഭവങ്ങളും കിട്ടും, എല്ലാതരം സ്വീറ്റ്സും കിട്ടും. നെയ്യിലുള്ളത് വേണോ, വനസ്പതിയിലുള്ളത് വേണോ, പാലിലുള്ളത് വേണോ, എന്ത് വിഭവം വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. രുചിച്ചു നോക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടു പോവാം. മൈസൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് പാക്കറ്റുകൾ വാങ്ങിക്കുന്നത്. ഞങ്ങളും വാങ്ങി കുറേ പാക്കറ്റ്. നല്ല അനുഭവമായിരുന്നു. അതിന് മുന്നിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഫ്രൂട്ട്സ് വിൽക്കാനിരിക്കുന്നുണ്ട്. നല്ല തിരക്ക് പിടിച്ചൊരു റോഡാണ്, സിറ്റി ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, തെരുവ് കച്ചവടം നടക്കുന്നുണ്ട്, ബസ്സുകൾ വന്നു പോകുന്നതിൻ്റെ തിരക്കുണ്ട്. അങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് നമ്മളിവിടെ വന്നത്. എന്നാലും പൊതുവേ ഗുരു സ്വീറ്റ് സ്മാർട്ടിൽ കാണുന്ന തിരക്ക് അന്നത്തെ ദിവസം എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പോൾ ഇത്രയാണ് ഗുരു സ്വീറ്റ് സ്മാർട്ടിൻ്റെ വിശേഷങ്ങൾ. നല്ല കിടിലൻ മൈസൂർ പാക്കായിരുന്നു. നിങ്ങളും മൈസൂർ വരുമ്പോൾ ഈ സ്പോട്ടിൽ തീർച്ചയായിട്ടും വരണം. ഒരു തവണയെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ മൈസൂർ പാക്ക് വാങ്ങിക്കണം. ഇവിടെ നിന്നാണ് മൈസൂർ പാക്ക് ലോകമൊട്ടാകെ പോയത് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. മൈസൂരിൽ നിന്നുള്ള ഒരു തലതിരിഞ്ഞ വീടിൻ്റെ വീഡിയോയും മൈസൂർ പാലസിൻ്റെ മറ്റു വീഡിയോകളും പേജിൽ ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ബൈ.